ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 46-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന ക്ലാസ് ഇങ്ങനെ ക്രമീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില നാളുകളായി എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നൊരു വിഷയമാണ്. ഭാരതത്തിൽ വലിയ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ദൈവം ഇസ്രായേലിന് വാഗ്ദത്ത നാട് കൊടുത്തു. വാഗ്ദത്ത നാട് അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പേ കൽദേരുടെ പട്ടണമായ മെസൊപ്പൊത്താമ്യയിൽ താമസിച്ചിരുന്ന അബ്രഹാം ഒരു സമ്പന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് തേരഹ്. അദ്ദേഹം വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ചരിത്രം പറയുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അനുസരിച്ച് യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവത്തിൻ്റെ ഒരുപാട് വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്തായ മഹാനദി വരെയുള്ള ദേശത്തെ ഞാൻ നിനക്ക് നൽകും. അവിടെ പാർക്കുന്നതായ അന്യജാതിക്കാരുടെ പേരുകളെ ദൈവം അബ്രഹാമിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ സന്തതിക്ക് ശാശ്വതമായി നൽകുമെന്ന് പറഞ്ഞു. പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനായ സ്വർഗത്തിലെ ദൈവമായ യഹോവേ അവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് രണ്ടാമതും പറഞ്ഞു. അതിൻ്റെ വാഗ്ദത്ത നിവർത്തി എന്ന വണ്ണം മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവരികയാണ് വാഗ്ദത്ത നാട്ടിലേക്ക്. മോശയുടെ മരണസമയം അടുത്തു. യഹോവ ദൈവം മോശയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. 34-ാം അധ്യായത്തിലാണ് ആവർത്തന പുസ്തകം. നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ പിസ്ക എന്ന ആ കൊടുമുടിയിൽ ദൈവം മോശയെ നിർത്തി ദേശങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ആ ദേശങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് താഴോട്ട് വരുമ്പം ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. മോശ ഇതെല്ലാം കണ്ടു. അവൻ സന്തോഷവാനായി വാഗ്ദത്ത നാട് കണ്ടു. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ വചനപ്രകാരം മോശയ്ക്ക് 120 വയസ്സ് വരെ ജീവിക്കുവാൻ ദൈവം നിയോഗിച്ചു. യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അടുത്ത നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവൻ
അവനെന്ന് പറയുമ്പോൾ ദൈവം അവനെ മോവാബ് ദേശത്തെ ബേത്പോയിന് അരിയുള്ള താഴ്വരയിൽ അടക്കിയെങ്കിലും ഇന്ന് വരെ അവന്റെ ശവക്കുഴി എവിടെയാണെന്ന് അറിയുകയില്ല. മോശെ അത്ര വലിയവനായതുകൊണ്ട് സ്വർഗത്തിൽ അവന് ആവശ്യമായതിനാൽ പ്രധാന ദൂതനായ മീകായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ മോശയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. പിശാച് വന്ന് ഒരുപാട് തർക്കവാദങ്ങൾ ചെയ്തു. പിശാചിനറിയാം മോശ ആരാണെന്ന്. ഒരു ദൂഷണവിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശയുടെ മരണശേഷം ജനങ്ങൾ വിചാരിച്ചു, ഇനി ആരാണ് ഞങ്ങൾ നടത്തുന്നത്? യോശുവ എന്ന് പറയുന്നയാളെ മോശയോടുകൂടെ നടന്ന ഒരു സത്യസന്ധനായ ഭക്തനായൊരു മനുഷ്യൻ, അടുത്ത ഇസ്രായേൽ മക്കളെ നയിക്കുന്നതിന് വേണ്ടി ദൈവം കണ്ട വ്യക്തിയാണ് യോശുവ. അടുത്തത് പറയുന്നത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. യോശുവയെ ദൈവം നേതാവായി തെരഞ്ഞെടുത്തു. പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം വഹിക്കേണ്ടത് ദൈവം തെരഞ്ഞെടുക്കുന്നവർ ആയിരിക്കണം. അല്ല ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടാത്തവർ എങ്കിൽ അതിന് ഒരുപാട് പാളിച്ചകളും പരാജയങ്ങളും ഉണ്ടാകും. അടുത്ത യോശുവയോട് പറയുന്നുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ദൈവം 3500 വർഷത്തിനു മുമ്പേ ലോകത്തിലെ ഒരു ജനതയോടും ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് വാഗ്ദത്ത ഭൂമിയാണ്. ലോകത്തിൽ ആർക്കും അവകാശവാദമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അവകാശവാദം പറഞ്ഞാൽ പരാജയപ്പെടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥലത്തിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ 20,772 ചതുരശ്ര കിലോമീറ്ററാണ്. എന്നാൽ ദൈവം അബ്രഹാമിനോടും മോശയോടും യോശുവയോടും പറഞ്ഞ സ്ഥലം ദൈവം തന്നെ തിരിച്ചു കൊടുക്കും. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ അരുമനാഥൻ വരാറായി. നമ്മൾ പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.